ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് വരുന്നത് സംഘപരിവാർ സംഘടനകളുടെ അക്രമത്തിന്റെ വാർത്തയാണ്. പോലീസ് നോക്കി നിൽക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ മലയാളി വൈദികനെ ആക്രമിച്ചു. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു അക്രമം. സ്കൂളുകൾ അടിച്ച് തകർക്കുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അരുൺകുമാർ, മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ഒരു തീർത്ഥാടന യാത്ര പ്ലാൻ ചെയ്തിരുന്നു. ഈ കത്തോലിക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട സഭകൾ സന്ദർശിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഇവർ യാത്ര പുറപ്പെടുന്നതിനിടയിലാണ് BHP പ്രവർത്തകർ എത്തുകയും ഈ വാഹനം തടയുകയും അകത്തുള്ളവരെ പിടിച്ച് പുറത്തേക്ക് വലിച്ചിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ട് അതിനുശേഷം ഇവിടെ തന്നെയുള്ള ഓംതി പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോവുകയായിരുന്നു. അവിടെ ചെന്ന് പോലീസുകാരോട് BHP പ്രവർത്തകർ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മതം മാറ്റാനാണ് ഈ ബസ്സിലുള്ള ആളുകളെ കൊണ്ടുപോകുന്നതെന്നായിരുന്നു. പക്ഷേ വൈദികർ അടക്കമുള്ളവർ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. അത് പോലീസുകാർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇവരെ അവിടെ നിന്ന് യാത്ര തുടരാൻ അനുവദിച്ച് വിടുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസ് എടുക്കാനോ നിയമ നടപടികൾക്കുമായി മുന്നോട്ട് പോകാനോ മധ്യപ്രദേശ് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ജോയ്സ് ഡാനിയലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. മധ്യപ്രദേശിലെ ജബൽപൂരിലായിരുന്നു സംഭവം നടന്നത്. വൈദികനെയും ആക്രമിക്കുകയും സ്കൂളുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു.